നമസ്കാരം. കുറെ കാലമായി, പണ്ടിങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇപ്പൊ ഏതാനും വർഷങ്ങളായി തുടങ്ങി. ഇപ്പൊ ഈ അടുത്ത മാസങ്ങളായി വളരെ കൂടി. ഇപ്പോ ചില വീഡിയോകളുടെ താഴെയുള്ള കമന്റ് കാണുമ്പോൾ വളരെ സങ്കടം തോന്നാണ്. നമ്മുടെ ഈ ലോകമല്ല, നമ്മൾ മലയാളികൾ എവിടെ എത്തി നിൽക്കുന്നു എന്നത്. മലയാളികൾ മാത്രമാണ് ഇങ്ങനെ. ഞാൻ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി നോക്കി. ഗോവ, കർണാടക, ഉത്തർപ്രദേശ്, അതുപോലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഞാൻ പോയി പല പല അഭിപ്രായ ശേഖരണങ്ങൾ നടത്തി. പക്ഷെ അവിടെ ഒന്നും കണ്ടില്ല. പക്ഷെ അവിടെയൊക്കെ എന്തൊക്കെയോ നടക്കുന്നു, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയാണ് മലമറിക്കുന്ന കാര്യങ്ങളാണ് എന്ന മട്ടിൽ കേരളത്തിൽ രണ്ട് വിഭാഗങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സ് മലീമസമാക്കി തമ്മിൽ തല്ലിക്കുന്നത് കാണുമ്പോഴുള്ള സങ്കടമാണ് ഞാൻ പറഞ്ഞത് സംഘികളുടെയും സുഡാപ്പികളുടെയും കാര്യമാണ്. സംഘികളെന്ന് ഞാൻ പറയുന്നത് ഇവിടുത്തെ സംഘപരിവാർ, RSS അല്ലെങ്കിൽ BJP ആ പ്രവർത്തകരല്ല. അവരാണ് എന്ന് നടിക്കുകയും അതേസമയം ഈ സമൂഹത്തിൽ വിഷം വിതച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം സാമൂഹ്യ ദ്രോഹികൾ. ഇവർ BJPയുടെയും ഈ പറഞ്ഞ ബാക്കിയുള്ള പാർട്ടികളുടെയൊക്കെ വോട്ടർമാരാണ് എന്നതുകൊണ്ട് അവരും ഗതികേട് കൊണ്ട് ഇവരെ ചുമന്നുകൊണ്ട് നടക്കുന്നു. അതാണ് ഞാൻ സംഖ്യകൾ എന്ന് ഉദ്ദേശിച്ചത്. സുഡാപ്പികൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ മുസ്ലിം വിഭാഗത്തിലെ അല്ലെങ്കിൽ അതുപോലെയുള്ള വിഭാഗങ്ങളിലെ ആൾക്കാർ. അത് മുസ്ലിം ലീഗിലെ ആളായാലും ശരി, ജമാഅത്തെ ഇസ്ലാമി ആയാലും ശരി, SDP ആയാലും ശരി, പോപ്പുലർ ഫ്രണ്ട് ആയാലും ശരി, ഇനി മുസ്ലിങ്ങളായാലും ശരി, ആരായാലും ശരി, അവർ മുസ്ലിം ആ ഒരു സംഘടനയുടെ ആളാണ് എന്ന് അവകാശപ്പെടുകയും ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സംഖ്യകൾ കാണിക്കുന്നത് പോലെ ഈ സമൂഹത്തെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാമൂഹ്യ ദ്രോഹികളായ ഒരു വിഭാഗം, മുസ്ലിങ്ങളെ പറയിപ്പിക്കുന്ന ഒരു വിഭാഗം എന്ന് നമുക്ക് പറയാം. അത് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ ഒരു പാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നു. എന്നാൽ ഇവർക്കൊക്കെ വോട്ട് ബാങ്ക് അല്ലെങ്കിൽ സപ്പോർട്ടേഴ്സ് ആയിരിക്കുന്നത് കൊണ്ട് അവർക്ക് തള്ളി പറയാൻ കഴിയുന്നുമില്ല. അതുകൊണ്ട് ഇസ്ലാം നിരപരാധിയായിട്ട് അവിടെ മാറി നിൽക്കുന്നു, നിവൃത്തിയില്ലാതെ മാറി നിൽക്കുന്നു മുസ്ലിങ്ങൾ. അപ്പൊ ഈ സുഡാപ്പികളും സംഘികളും ചേർന്ന് ഈ നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ നശിപ്പിക്കുന്നതാണ് ഞാൻ കാണുന്നത്. വളരെ സങ്കടം തോന്നുന്നതാണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. 2-3 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഇപ്പോ ഇന്ത്യ പാകിസ്ഥാൻ വിഷയം വന്നു. ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ഇന്ത്യ പാക്കിനെ കയറി അടിച്ചു. പാക്കിനെ കയറി അടിക്കേണ്ടി വരും. കാരണം അമ്മാതിരി പരിപാടിയാണ് അവന്മാർ ഇവിടെ കയറി തോന്നിയാസങ്ങൾ കാണിച്ചത്. ജാതി പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാനും അല്ലെങ്കിൽ ഒരു വിഷയം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മനോഹരമായിട്ട് അവിടെ ബാക്കിയുള്ള ആരെയും അവിടുത്തെ പബ്ലിക്കിനെ ഒന്നും ഒരു കോട്ടവും പറ്റാത്ത വിധത്തിൽ മര്യാദയ്ക്ക് അങ്ങോട്ട് കാര്യം തീർത്തു. സത്യത്തിൽ 2 രാജ്യങ്ങൾ തമ്മിൽ ഒരു അടി നടക്കുന്നു എന്ന് പറഞ്ഞാൽ 2 രാജ്യത്തെയും ഭരണവർഗങ്ങൾ തമ്മിലാണ് അടി നടക്കുന്നത്. ആ 2 രാജ്യത്തെയും ജനങ്ങൾ തമ്മിൽ എല്ലാവരും തമ്മിൽ പ്രശ്നം ഉണ്ടാവില്ല. 2 രാജ്യത്തും കുറച്ച് സംഖ്യകളും സുഡാപ്പികളും ഉണ്ടാവും. അവർ മാത്രമേ ഈ ഡയലോഗ് അടിക്കുള്ളൂ. ബാക്കിയുള്ളവര് ഈ രാജ്യം തമ്മിൽ സമാധാനപൂർവ്വമായി പോകണമെന്നും നല്ല രീതിയിൽ ജീവിക്കണമെന്നും കരുതുന്നത്, സഹോദര്യത്തോടെ പരസ്പരം സഹകരിച്ച് ജീവിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. അത് ഇന്ത്യയിലും പാകിസ്ഥാനിലും ഒക്കെ അങ്ങനെ ഉള്ളവരുണ്ട്. അവരൊന്നും അല്ല ഞാൻ ഈ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ കേരളത്തിൽ വന്ന വീഡിയോകളുണ്ടല്ലോ, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോകളുടെ താഴെ മുസ്ലിം വിഭാഗമാണ് പാകിസ്ഥാൻ, അതുകൊണ്ട് മുസ്ലിമിനെ കയറി അടിക്കുന്നു മട്ടിൽ ഇന്ത്യയിലുള്ള, കേരളത്തിലുള്ള, ഇവിടെയുള്ള മുസ്ലിങ്ങളെ അടച്ചാക്ഷേപിച്ച് അവരെ ഏതൊക്കെ രീതിയിൽ അവഹേളിക്കാൻ പറ്റുമോ, അവരുടെ പ്രവാചകനെ ഏതൊക്കെ രീതിയിൽ അവഹേളിക്കാൻ പറ്റുമോ, അവരെ എങ്ങനെ താറടിക്കാൻ പറ്റുമോ ആ രീതിയിൽ അവരെ എന്ന് പറഞ്ഞാൽ ഭീതി ഉണ്ടാക്കുന്ന വിധത്തിൽ അവരെ മുഴുവൻ തച്ചു കൊല്ലണം എന്ന് പറയുന്നത് പോലെ, എന്ന് പറഞ്ഞാൽ അവരിവിടെ ജീവിക്കാൻ അർഹതയില്ല, ഇവിടെ നിന്ന് ഓടണം എന്ന മട്ടിൽ കുറെ സംഘികൾ ഇങ്ങനെ പറയുന്നത്. എല്ലാവരും പാകിസ്ഥാനിലേക്ക് പൊക്കോണം, അത് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന ഒരു സാമൂഹ്യ ദ്രോഹികളായ കുറച്ച് സംഘികൾ മനസ്സിലാക്കണം. അത് ഇസ്രായേൽ ഹമാസിന് എന്ന പേരിൽ ഗാസയിൽ അക്രമം നടത്തിക്കൊണ്ടിരുന്നപ്പോഴും ഇത് പറഞ്ഞു. ആ മുസ്ലിങ്ങൾക്ക് അത് അങ്ങനെ വേണം, ലോകത്തുള്ള സകല മുസ്ലിങ്ങളും ചത്തൊടുങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അവരെ നരകിക്കണം, അവരുടെ കുട്ടികളൊക്കെ, ഒരു കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയെന്ന് കേൾക്കുമ്പോഴത്തേക്ക് അതിൽ ആഹ്ലാദിക്കുകയാണ്. തങ്ങൾക്കും കുട്ടികളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കുട്ടികളുടെയും കുരുന്നുകളുടെയും വിഷമത്തെ, അവരുടെ പരിക്കിനെ, അവരുടെ വിയോഗത്തെ, അവരുടെ ജീവിത ദുരിതത്തെയൊക്കെ ആഘോഷിക്കുന്ന, ആഹ്ലാദമാക്കുന്ന ഒരു കൂട്ടം സംഘികൾ. എന്തൊരു ദുരന്തമാണത്. അതുപോലെ തന്നെയാണ് സുഡാപ്പികൾ. ഇപ്പൊ നോക്കൂ, ഇപ്പോ ഇസ്രായേലിൽ ഇറാൻ കയറി അടിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നുണ്ട്. പക്ഷെ ഇസ്രായേലിനെ ആക്രമിക്കുന്ന വീഡിയോകളുടെ താഴെ, അതിന്റെ വാർത്തകൾ വരുന്ന വീഡിയോകളുടെ താഴെയുള്ള കമന്റുകൾ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവർക്കത് വേണം, അവരെ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അവിടുത്തെ ജനങ്ങളെ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ മുഴുവൻ ഇവിടെ ആധികാരികമായിട്ടുള്ള ആൾക്കാർ
ബാക്കിയുള്ളവരാരും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ആൾക്കാർ, അവരൊക്കെ ചത്തു തൊലയണം. ബാക്കി മുഴുവൻ ആൾക്കാരും ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. ഇസ്ലാമിന്റെ ശത്രുക്കൾ മുഴുവൻ ചത്തു തൊലയട്ടെ, നരയിക്കട്ടെ എന്ന് നേരത്തെ ഞാൻ സംഖ്യകളുടെ കാര്യം പറഞ്ഞതുപോലെ അവരുടെ വീട്ടിലെ കുരുന്നുകളുടെ കൈ പോണതും കാല് പോണതും കണ്ണു പോകുന്നതും ജീവൻ പോകുന്നതും അവരുടെ നിലവിളിയും ഒക്കെ ഇവർക്ക് എന്താ പറയാ ആനന്ദകരമായ സംഗീതമായിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന കുറെ സൂടാപ്പികൾ ഇല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനെ ഈ കേരളത്തിൽ ഈ രണ്ട് രീതിയിലുള്ള കമന്റുകളാണ് ഏതൊരു വീഡിയോയുടെയും താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഒന്നുകിൽ മുസ്ലിമിനെ, ഇവിടെ സമാധാനപൂർവ്വമായി ജീവിക്കുന്ന ഇന്ത്യൻ മുസ്ലിമിനെ, ഇന്ത്യയെ സ്നേഹിച്ചുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി ജീവൻ കളയാൻ തയ്യാറായി നിൽക്കുന്ന രാഷ്ട്രബോധമുള്ള പൗരബോധമുള്ള ഒരു മുസ്ലിമിനെ, ആ മുസ്ലിമിന്റെ നെഞ്ചത്തേക്ക് കടാര കുത്തിയിറക്കി അതിനെ ആസ്വദിക്കുന്ന കുറെ സംഖ്യകളും, അതുപോലെ തന്നെ ഈ ഹിന്ദുത്വം എന്താണെന്ന് അറിയാത്ത, ഹിന്ദു എന്നറിയാത്ത, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ രാഷ്ട്രബോധവും പൗരബോധവും ഇല്ലാത്ത കുറെ ചൂടാപ്പികളും, ഇവര് രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഈ രണ്ടെണ്ണത്തിനെ ചുമക്കാതെ ഇവിടെ അവരുടെ മേലുള്ളവന്മാർക്ക്, അതായത് പാർട്ടിക്കാർക്കായാലും മറ്റോ സംഘടനകൾക്കായാലും നിവൃത്തിയില്ല. കാരണം അവരുടെ അണികൾ ഇവരാണ്. അപ്പോൾ അവരെ ന്യായീകരിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. രണ്ടായാലും ഈ സംഖ്യകളും ഈ സുഡാപ്പികളും ചേർന്ന സത്യത്തിൽ ഇവിടെ എന്താണ് അവസ്ഥ? ഇത് മതപരമായിട്ടുള്ള അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. ഇത് രാഷ്ട്രീയത്തിലും ഉണ്ട്. അവിടെയാണ് കൊങ്ങികളും കമ്മികളും കൂടെ കൂടിച്ചേരുന്നത്. രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ 4 വരുന്നത്: സംഘി, കമ്മി, കൊങ്ങി, സുഡാപ്പി. 4 വരും. മതപരമായിട്ട് വരുമ്പോഴത്തേക്ക് സംഘി, സുഡാപ്പി മാത്രമേ വരുള്ളൂ. അപ്പോൾ ഈ ഒരു വിഭാഗങ്ങളാണ് സത്യത്തിൽ നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സംസ്ഥാനത്തെ കുട്ടിച്ചോറാക്കുന്നത്. ഏതെങ്കിലുമൊക്കെ വീഡിയോയുടെ താഴെ വരുമ്പോൾ ഒരു വിഭാഗം മുഴുവൻ നശിക്കണം 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 നശിക്കണം, താനും തന്റെ അച്ഛയും തന്റെ കുട്ടികളും ഒരു തട്ടാനും മാത്രം ബാക്കി മതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇത്രയധികം മലീമസമായ മനസ്സുകൊണ്ട് ജീവിക്കുന്ന സമൂഹം, ഈ സമൂഹത്തിലെ മറ്റു മനുഷ്യരെ, അവരുടെ ചിന്തകളെ, അവരുടെ ജീവിതത്തെ മലിനപ്പെടുത്തിയിരിക്കുന്നു. അത്രത്തോളം വിഷലിപ്തമായ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് സത്യമല്ലേ? നിങ്ങളൊന്ന് ചിന്തിക്കും. ചിലപ്പോൾ ഇതിന്റെ താഴെ വന്ന് കണ്ട് അഭിപ്രായം പറയുമായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണമല്ലോ. ഞാനിതിപ്പോ കഴിഞ്ഞ ദിവസം ഇസ്രായേലില് ആക്രമിച്ചിട്ട്, ഇസ്രായേൽ ഗസയിൽ ആക്രമിച്ചു, ശരി തന്നെ, 2 രാജ്യങ്ങളാണെന്ന് അന്നും ഇന്നും ഞാൻ പറയുന്നുണ്ട്. അതൊക്കെ പാടില്ലാത്തതാണ്. എവിടെ ആക്രമിച്ചു കഴിഞ്ഞാലും കുറെ ജന്മങ്ങൾ, ഈ ഭരണാധികാരികളുടെ തോന്നിയാസങ്ങൾക്ക് കുറെ ജീവിതങ്ങൾ, അവിടുത്തെ പൗരന്മാരായിട്ടുള്ള കുറെ ആൾക്കാരുടെ ജീവൻ കളയേണ്ടി വരുന്നുണ്ട്. അവർ ജീവിതം ദുരിതത്തിലായി പോകുന്നുണ്ട്. സംഗതിയൊക്കെ ശരി തന്നെയാണ്, അത് ഒഴിവാക്കപ്പെടേണ്ടതും തന്നെയാണ്. പക്ഷെ എന്ന് വെച്ച് അത്തരത്തിൽ അവർ തമ്മിൽ യുദ്ധം നടത്തുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ രാജ്യങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ കാരണം അടി നടക്കുമ്പോഴോ അതിന്റെ പേരിൽ ചേരി തിരിഞ്ഞുകൊണ്ട് മതപരമായി മനുഷ്യത്വമില്ലാതെ പ്രതികരിക്കുന്ന ഇവരെ എന്താണ് വിളിക്കേണ്ടത്? സത്യത്തിൽ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. ഇവിടെ കേരളത്തില് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ വീഡിയോകളുടെ താഴെ വന്ന് ഒന്നുകിൽ സംഖ്യയായി അല്ലെങ്കിൽ സുഡാപ്പിയായി മനഃപൂർവ്വം വിഷലുപ്തമായ കമന്റുകൾ പാസ്സാക്കിക്കൊണ്ട് ഒരു 10-20 വർഷം മുമ്പ് ഈ കേരളം എന്ന് പറഞ്ഞാൽ അതങ്ങ് വടക്കേ ഇന്ത്യയിലല്ലേ, ഇവിടെ നിന്ന് നടക്കില്ല, ഇവിടുത്തെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും എല്ലാവരും ഒന്നാണ് എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇവിടുത്തെ ഹിന്ദു വേറെ, മുസ്ലിം വേറെ, ക്രിസ്ത്യൻ വേറെ എന്ന നിലയിൽ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത് അപകടമല്ലേ? ഇവിടെ ഇപ്പോ ഒരു കൂട്ടായ്മ ഇല്ല. കാര്യം ഇത്തരത്തിലുള്ള സംഘി, കൊങ്ങി, സുഡാപ്പി, കുറെ സാധനങ്ങൾ ഇങ്ങനെയുള്ള എല്ലാം കൂടെ ചേർന്നിട്ട് ഈ നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളെ മനസ്സിൽ വിഷം കുത്തിവെച്ച് എല്ലാവരും വേർതിരിച്ച് കൊണ്ടുവന്ന് നിർത്തേക്കാണ്. ഇത് തിരിച്ചറിഞ്ഞിട്ട് ഇവരുടെയൊക്കെ പ്രവൃത്തി, സംഘിയുടെയും കൊങ്ങിയുടെയും സുഡാപ്പിന്റെയും പിന്നെ എന്താണ് ഒക്കെ കമ്മീന്റെ ഒക്കെ ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ മാറിയില്ല എന്നുണ്ടെങ്കിൽ, രാഷ്ട്രീയമായിട്ട് അങ്ങനെ ചിന്തിച്ചു മാറിയില്ല എന്നുണ്ടെങ്കിൽ, ഇനി മതപരമായിട്ട് ഇവിടുത്തെ സുഡാപ്പികളുടെയും സംഘികളുടെയും ഉദ്ദേശം ചിന്തിച്ചു മാറിയില്ല എന്നുണ്ടെങ്കിൽ, ജനം അതനുസരിച്ച് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഒരുമ സൂക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അധികം വൈകാതെ കേരളം വലിയൊരു ദുരിതക്കളമായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. Different angles. Don't forget to subscribe and support this channel.